ജനുവരി 31 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ഡോൺ ബോസ്കോ, വിശുദ്ധ ആദംനാൻ, വിശുദ്ധ ഐതാൻ, വിശുദ്ധ ബോബിനൂസ്, വിശുദ്ധ ടാർസിസിയൂസ്, വിശുദ്ധ സോട്ടിക്കൂസ്, വിശുദ്ധ സിറിയാക്കൂസ്, വിശുദ്ധ അത്തനേഷ്യസ്, വിശുദ്ധ സിറൂസും ജോണും. വിശുദ്ധ ഡോൺ ബോസ്കോ 1815 1888 കാലഘട്ടത്തിലാണ് വിശുദ്ധ ഡോൺ ബോസ്കോ ജീവിച്ചിരുന്നത്. വിശുദ്ധ ജോൺ ബോസ്കോ ഡോൺ ബോസ്കോ എന്ന പേരിലാണ് കൂടുതലായും അറിയപ്പെടുന്നത്. 1815 ഓഗസ്റ്റ് 16 തീയതിയാണ് ഇറ്റലിയിലെ ഒരു വലിയ വ്യവസായ കേന്ദ്രമായ ടൂറിനിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ഇന്ന് ലോകപ്രസിദ്ധനായ ഡോൺ ബോസ്കോ ജനിച്ചത്. പിതാവ് ഫ്രാൻസിസ് ബോസ്കോ ജോണിന് 2 വയസ്സുള്ളപ്പോൾ മരിച്ചു. അമ്മ മാർഗരറ്റ് ആണ് മകനെ ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവന്നത്. 9 വയസ്സുള്ളപ്പോൾ ജോൺ ഒരു സ്വപ്നം കണ്ടു. തൻ്റെ ചുറ്റും നിരവധി കുട്ടികൾ നിൽക്കുന്നതും അവരെ നന്മതിന്മ പഠിപ്പിക്കാൻ ഒരു ദിവ്യ പുരുഷൻ ആവശ്യപ്പെടുന്നതും സൗന്ദര്യവതിയായ ഒരു വനിത എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നതും അദ്ദേഹം കണ്ടു. ഈ കാഴ്ച ജോൺ അമ്മയോട് വിവരിച്ച് പറഞ്ഞു. മകൻ ഒരു വൈദികനാകുമെന്നായിരുന്നു അമ്മയുടെ നിഗമനം. ചെറുപ്പകാലത്ത് തന്നെ ഞാണിന്മേൽ കളി മുതലായ സർക്കസ് വിദ്യകൾ കാട്ടി ജോൺ കുട്ടികളെ തൻ്റെ അടുക്കലേക്ക്, അങ്ങനെ ദൈവത്തെങ്കിലേക്കും അടുപ്പിച്ചു. വളരെ കഷ്ടപ്പെട്ടാണ് ജോൺ പഠിച്ചത്. ജ്യേഷ്ഠൻ ആന്റണിക്ക് അനുജന്റെ വായനയും പഠനവും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇടവക വികാരി ജോസഫ് കഫാസോ ജോണിന്റെ പഠനത്തിന് സഹായിച്ചു. 1841 ജൂൺ 5 തീയതി ജോൺ വൈദികനായി. കുട്ടികൾക്കായുള്ളൊരു ഭവനം അമ്മയുടെ സഹായത്തോടെ ആരംഭിച്ചു. 2 മാസത്തിനകം 80-ൽ പരം കുട്ടികൾ ഡോൺ ബോസ്കോയുടെ ബാലനഗരത്തിൽ താമസമായി. തെരുവിലെ കുട്ടികളെ മര്യാദക്കാരാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 1854 ജനുവരി 26 തീയതി ഫാദർ ജോൺ സലേഷ്യൻ സഭ സ്ഥാപിച്ചു. 21 കൊല്ലം കഴിഞ്ഞ് സ്ത്രീകൾക്കായുള്ള ഒരു സഭയും അദ്ദേഹം തുടങ്ങി. ജോൺ ബോസ്കോ മരിക്കുമ്പോൾ 768 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 1975 അദ്ദേഹത്തിന്റെ മക്കൾ 72 രാജ്യങ്ങളിലായി 30,000-ഓളം പേരായി. ഡോൺ ബോസ്കോയുടെ ആധ്യാത്മികത്വം അകൃത്രിമ സുന്ദരമാണ്. മരണം വരെ ഫലിതവും പുഞ്ചിരിയും അദ്ദേഹത്തിന്റെ അധരങ്ങളിൽ നിന്ന് വിട്ടുമാറിയിരുന്നില്ല. വികൃതി കുട്ടികൾക്ക് വേണ്ടി എന്ന പോലെ തൊഴിലാളികൾക്ക് വേണ്ടിയും അദ്ദേഹം വളരെ അധ്വാനിച്ചിട്ടുണ്ട്. കാൾ മാർക്സ് ദാസ് ക്യാപിറ്റൽ എഴുതിക്കൊണ്ടിരുന്ന അതേ കാലത്ത് തൊഴിൽരഹിതർക്ക് തൊഴിലുണ്ടാക്കാനും പ്രതിവർഷം 15 ദിവസം ശമ്പളത്തോടുകൂടിയുള്ള അവധി നൽകുവാനും മുതലാളികളെ നിർബന്ധിക്കുന്ന നിയമങ്ങളുണ്ടാക്കാനും അദ്ദേഹം പരിശ്രമിക്കുകയുണ്ടായി. കത്തോലിക്ക ലൈബ്രറി എന്ന പേരിൽ ഒരു പത്രം വിശുദ്ധൻ പ്രസിദ്ധീകരിച്ചിരുന്നു. അന്ന് നിലവിലുണ്ടായിരുന്ന പാഷണ്ഡതകളെ തടയാൻ കത്തോലിക്ക ഗ്രന്ഥാവലി എന്ന ഒരു ദ്വൈവാരികയും പ്രസിദ്ധീകരിച്ചു. അതിനായി ഒരു പ്രിന്റിംഗ് പ്രസ്സും സ്ഥാപിച്ചു. ജനങ്ങളുടെ ഉന്നമനത്തിന് എത്ര തീഷ്ണതയോടെ പ്രവർത്തിച്ചോ അത്രയേറെ ശത്രുക്കൾ അദ്ദേഹത്തിനുണ്ടായി. വധശ്രമത്തിൽ നിന്ന് പലതവണ അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. 1886 ഡിസംബർ 11 തീയതിയാണ് അവസാനമായി അദ്ദേഹം ബലിയർപ്പിച്ചത്. തളർവാദം അദ്ദേഹത്തെ പിടികൂടി. 1888 ജനുവരി 31 തീയതി രാവിലെ 4:45 72-ാമത്തെ വയസ്സിൽ ഡോൺ ബോസ്കോ നിര്യാതനായി. വിജയമാതാവിനോട് ഡോൺ ബോസ്കോയ്ക്ക് അഗാധമായ ഭക്തി ഉണ്ടായിരുന്നു. നമുക്ക് ദൈവമാതാവിനെ സ്നേഹിച്ചും ഒരു കുട്ടിയും ചീത്തയല്ലെന്നുള്ള മനോഭാവത്തോടെ ജീവിച്ച് ഡോൺ ബോസ്കോയെ പോലെ കുട്ടികളെ ശിക്ഷിക്കാതെ അവരോട് സ്നേഹപൂർവ്വം പെരുമാറുന്ന ലോകജീവിതം നയിക്കാം. പിയൂസ് 11 മാർപ്പാപ്പ ഡോൺ ബോസ്കോയെ 1929 ജൂൺ 2 വാഴ്ത്തപ്പെട്ടവനായും 1934 ഏപ്രിൽ 1 വിശുദ്ധനായും പ്രഖ്യാപിച്ചു. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ വചനം ഇപ്രകാരമാണ്: നിന്നാൽ കഴിവുള്ളത് മുഴുവനും ചെയ്യുക, ശേഷം ദൈവത്തിനും ദൈവമാതാവും കൂടി ചെയ്തുകൊള്ളും. വിശുദ്ധനായ ഡോൺ ബോസ്കോയെ ഞങ്ങളാൽ കഴിയുന്നത് ദൈവത്തിന് ചെയ്തു കൊടുക്കുവാൻ, ദൈവമാതാവിനെയും ദൈവത്തെയും പൂർണ്ണമായും മനസ്സിലർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ സേവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.